ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ നാളെ ഒരു സയൻസിൻ്റെ ഒരു പാഠം തീർന്നിരുന്നു, കണക്കിൻ്റെ ഒരു പാഠം തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിലുള്ള 6 പാഠങ്ങൾ തീർന്നിട്ടുണ്ട്. കണക്കിൻ്റേത് LCM, HCF, നാച്ചുറൽ നമ്പേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡെസിമൽ ഫ്രാക്ഷൻ, ഡെസിമൽ നമ്പേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. 8th ടെക്സ്റ്റിലേക്ക് കയറിയാൽ നമ്മളൊരു പാഠമാണ്. 8th 8 പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരു പാഠം നമ്മൾ പഠിച്ചു തീർത്തു. സയൻസിലെയും ഒരു പാഠം നമ്മൾ പഠിച്ചു തീർത്തു. നമുക്ക് നാളത്തെ പരീക്ഷയിൽ 80 മാർക്കാണ്, 40 ചോദ്യങ്ങൾ. അതിൽ ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഒരു ഗദ്യഭാഗം തരും, ഒരു ക്ലോസ് തരും. അതിൽ നിന്ന് ക്വസ്റ്റ്യനും അതിൻ്റെ 4 ആൻസർ ഓപ്ഷനും തരും. നിങ്ങൾ ഓരോ ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി. അങ്ങനെയുള്ള 10 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് 20 മാർക്കുണ്ട്. പിന്നെ പ്രിപ്പൊസിഷൻ, ടെൻസ്, ഇൻ, ഓൾ, എറ്റ്, ഈ 3 പ്രിപ്പൊസിഷൻ ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഒരു വേർബിന് എത്ര ഫോംസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വേർബിന് 5 ഫോമാണുള്ളത്: V1, V2, V3, V4, V5. V1 എന്ന് പറയുന്നത് ബേസ് ഫോമാണ്. അപ്പം ഗോ എന്ന വേർബിനെ നമ്മൾ പരിഗണിച്ചാൽ അതിൻ്റെ V1 ഗോ ആണ്, V2 ഗോസ് ആണ്, V3 ഗോയിങ് ആണ്, V4 വെൻറ്റ് ആണ്, V5 ഗോഡ് ആണ്. അപ്പോൾ ഒരു വേർബിന് എത്ര ഫോമുകളാണ്? 5 ഫോമുകളാണ് ഒരു വേർബിനുള്ളത്. അതിൽ ബേസ് ഫോമാണ്, പാസ്റ്റ് ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വേർബ്സിൻ്റെ ഫോമുകളെ കുറിച്ച് ചോദ്യം ഉണ്ടാവാം. ഒരു വേർബ് തന്നിട്ട് അതിൻ്റെ V1 ഏതാണ്, V2 ഏതാണ്, V3 ഏതാണ്, അങ്ങനെ സിമ്പിൾ ഗ്രാമർ. അവിടുന്ന് 10 ചോദ്യം ഉണ്ടാകും. 20 ചോദ്യമായി. ഇനി സയൻസിൻ്റെ 10 ചോദ്യം ഉണ്ടാവും, കണക്കിൻ്റെ 10 ചോദ്യം ഉണ്ടാകും. കണക്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചോദ്യങ്ങൾ വരിക എന്ന് ഞാനൊന്ന് വ്യക്തമാക്കി തന്നതിന് ശേഷം നമുക്ക് സയൻസിൻ്റെ ഭാഗത്തുള്ള ഫാക്ട്സ് അബൌട്ട് ആറ്റം എന്ന പാഠത്തിലേക്ക് പോകാം. അപ്പോൾ കണക്കിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറയാം. 10 ചോദ്യങ്ങളാണ് കണക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഒരെണ്ണം LCM കണ്ടുപിടിക്കാനാണ്. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിന് വേണ്ടി ഞാനൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. 6ലും 7ലും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. 2 HCF. HCFും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഫാക്ടേഴ്സ്. എന്തിന് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു സംഖ്യ നമ്മൾ നോക്കുന്നു. 10. 10നെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 10ൽ 10 പ്രാവശ്യം. അപ്പോൾ 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണ്. അപ്പോൾ 10ൻ്റെ ഫാക്ടറാണ് 2, 10ൻ്റെ ഫാക്ടറാണ് 5. 3 കൊണ്ട് പറ്റില്ല, 4 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് ഓൾറെഡി നമ്മൾ ചെയ്തു. അപ്പോൾ 10നെ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1, 2, 5, 10. ഇങ്ങനെ ഫാക്ടേഴ്സിനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാവും. പിന്നെ ഒരു ചോദ്യം, ഒരു 4 അക്കങ്ങൾ തരും. 8, 4, 0, 3. ഇത് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ചെറിയ ക്ലാസ്സിലേ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാലോ, ചെറിയ സംഖ്യ 3, 0, 4, 8. വലിയ സംഖ്യ 8, 4, 3, 0. ഓക്കെ അല്ലേ? ഇനി
അഞ്ചാമത്തെ ചോദ്യം, ഒരു സംഖ്യ പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. സംഖ്യ പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എങ്ങനെ മനസ്സിലാക്കാം? ചെറിയ ക്ലാസ്സിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പർ ഇപ്പോൾ 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1ഉം 2ഉം. 3ന്റെ ഫാക്ടേഴ്സ് 1ഉം 3ഉം. 4ന്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം 4ഉം. 5ന്റെ ഫാക്ടേഴ്സ് 1ഉം 5ഉം. 6ന്റെ ഫാക്ടേഴ്സ് 1 2 3 6. നോക്കുക, ചില സംഖ്യകൾക്ക് 2 ഫാക്ടേഴ്സ് ആണ്, ചില സംഖ്യകൾക്ക് 2ൽ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. അത് എത്രയും ആവാം, 3 ആവാം, 100 ആവാം, 1000 ആവാം. 2 ആണോ അതിലധികമാണോ നോക്കണം. 2 ഫാക്ടേഴ്സേ ഉള്ളൂ എങ്കിൽ അവൻ പ്രൈമാണ്. 2ലധികം, അത് 3 ആണെങ്കിൽ ശരി, 4 ആണെങ്കിൽ ശരി, 100 ആണെങ്കിൽ ശരി, അതൊക്കെ കോമ്പോസിറ്റ് ആണ്. ഇപ്പോൾ പ്രൈം നമ്പറിനെയും കോമ്പോസിറ്റ് നമ്പറിനെയും മനസ്സിലാക്കാനുള്ള വിവരം അതാണ് അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം, ഒരു നമ്പർ തന്നു, അതിന്റെ സ്ക്വയർ കാണണം. അത് നാച്ചുറൽ നമ്പർ ആവാം, ഫ്രാക്ഷൻ ആവാം. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 12 സ്ക്വയർ വാല്യൂ എത്രയാണ്? 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12നെ 12 കൊണ്ട് ഗുണിക്കുക, 144. 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 × 25 = 625. ഇങ്ങനെ ഒരു സംഖ്യ തരും. അല്ലെങ്കിൽ 3/4 സ്ക്വയർ, 3/4 സ്ക്വയർ is equal to 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇങ്ങനെ ഒരു ഫ്രാക്ഷനോ ഒരു നാച്ചുറൽ നമ്പറോ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിന്റെ സ്ക്വയർ ചോദിക്കും. ഒരു സ്ക്വയർ തന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് ചോദിക്കും. പഠിച്ചാണ് 64ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 8 ആണ്. ഇങ്ങനെ ഒരു സംഖ്യ തരും, അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, എട്ടാമത്തെ ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം. 4ന്റെ സ്ക്വയറിനും 5ന്റെ സ്ക്വയറിനും ഇടയ്ക്ക് 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16, 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. 16നും 25നും ഇടയ്ക്ക് 9 സംഖ്യകളുണ്ട്. അപ്പോൾ തൊട്ടടുത്ത 2 സംഖ്യകളുടെ സ്ക്വയറിന്റെ ഇടയ്ക്ക് എത്ര നമ്പർ ഉണ്ട് എന്ന് ചോദിക്കും. ഓക്കെ, അതിന് ഒരു എളുപ്പമാർഗം സൂത്രം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 15ന്റെ സ്ക്വയറിനും 16ന്റെ സ്ക്വയറിനും ഇടയ്ക്ക് എത്ര നമ്പർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 15ഉം 16ഉം കൂട്ടി നോക്കിയാൽ മതി, 31 നമ്പേഴ്സ് ഉണ്ട്. ഒരു ക്രിയയും ചെയ്യേണ്ടതില്ല. ഇതാണ് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഈസി വേ. ഇപ്പോൾ 70ന്റെ സ്ക്വയറിനും 71ന്റെ സ്ക്വയറിനും ഇടയ്ക്ക് എത്ര നമ്പർ ഉണ്ട്? 71ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് 70ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് കുറയ്ക്കണം. എന്നാൽ എഴുത്തിലെ മാർഗം അനുസരിച്ച് 70ഉം 71ഉം കൂട്ടിയാൽ 141 കിട്ടും. 141 നമ്പേഴ്സ് അതിന്റെ ഇടയ്ക്ക് ഉണ്ടാകും. അടുത്ത ഒരു ചോദ്യം, റൂട്ട് 25 പ്ലസ് റൂട്ട് 4 പ്ലസ് റൂട്ട് 16 ഇതിന്റെ വില എത്ര? മക്കളെ ഒന്നും പേടിക്കാനില്ല. റൂട്ട് 25 5ആണ്, റൂട്ട് 4 2ആണ്, റൂട്ട് 16 4ആണ്. 5ഉം 2ഉം 7ഉം 4 11. ഓരോന്നിൻ്റെയും റൂട്ട് എടുത്ത് കൂട്ടി നോക്കിയാൽ മതി. പത്താമത്തെ ചോദ്യം, കുറച്ച് നമ്പേഴ്സ് തരും. അതിൽ റൂട്ട് അല്ലാത്തത്, കൃത്യമായ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത്.
ഇപ്പൊ ഞാനൊരു നമ്പർ തരാം, 1823. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലയോ? അല്ല എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു എളുപ്പമാർഗത്തെ കുറിച്ചാണ് ചോദ്യം. ഒരു സംഖ്യ അവസാനിക്കുന്നത് 2, 3, 7, 8, 1 0, 3 0, 5 0 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതിന് റൂട്ടില്ല. അപ്പോൾ സംഖ്യ 3-ൽ അവസാനിച്ചു, ഇതിന് റൂട്ടില്ല. അപ്പൊ സംഖ്യ 2-ൽ അവസാനിച്ച റൂട്ടില്ല, 3-ൽ അവസാനിച്ച റൂട്ടില്ല, 7-ൽ അവസാനിച്ച റൂട്ടില്ല, 8-ൽ അവസാനിച്ച റൂട്ടില്ല, 1 0-ൽ അവസാനിച്ച റൂട്ടില്ല, 3 0-ൽ അവസാനിച്ച റൂട്ടില്ല. ഇതായിരിക്കും നിങ്ങളുടെ 10 ചോദ്യങ്ങൾ. ഇത് 10 നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നാളെ എല്ലാവർക്കും 80 മാർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ആറ്റത്തിൻ്റെ കാര്യം. ആറ്റത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. നമ്മുടെ ഒരു ചെറിയ പാഠഭാഗമാണ് ഫാക്ട്സ് അബൌട്ട് ആറ്റം. ആറ്റത്തിനെ കുറിച്ച് ചില കാര്യം നോക്കാം. ഒരു 8ാം ക്ലാസ്സിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരാറ്റത്തിനെ കുറിച്ചുള്ള പ്രശ്നം നമ്മുടെ every atom has a nucleus containing proton and neutron. Electrons revolve around the nucleus. This is the concept of an atom. In 8th standard student, what do you know about an atom? നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ കുട്ടികളോട് ആറ്റത്തിനെ കുറിച്ച് എന്തറിയാം എന്ന് ചോദിച്ചാൽ, every atom has a nucleus containing proton and neutron. Electrons revolve around the nucleus. The path around which electrons around the nucleus is called a shell. What is a shell? The path around with electrons around the nucleus is called a shell. Okay. In the nucleus, we can see proton that is positively charged. Proton positively charged ആണ്. സ്റ്റെയിൻ എന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്. സ്റ്റെയിനാണ് പ്രോട്ടോണിനെ കണ്ടെത്തിയത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അവൻ ന്യൂക്ലിയസിനകത്താണുള്ളത്. അവനെ കണ്ടെത്തിയ ആൾ സ്റ്റെയിനാണ്. ഇനി നമുക്ക് ന്യൂട്രോണിനെ നോക്കാം. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ചാർജ് 0ആണ്. പോസിറ്റീവുമില്ല നെഗറ്റീവുമില്ല, അവന് ചാർജേ ഇല്ല. ഇവരെ കണ്ടെത്തിയത് ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞനാണ്. ചാഡ്വിക്. ഇപ്പൊ ന്യൂട്രോണിനെ കുറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത്? എവിടെയാ? ന്യൂട്രോൺ ആക്സസ് ടു ന്യൂക്ലിയസ്. It is neutral, that means neither negative nor positive. Who discovered neutron? That is Chadwick. Then comes electrons. Electrons ന്യൂക്ലിയസിനകത്തല്ല, അതിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിനെ കണ്ടെത്തിയത്. ആരാണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത്? ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. പ്രോട്ടോൺ ന്യൂക്ലിയസിലാണ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, സ്റ്റെയിൻ ആണ് കണ്ടെത്തിയത്. ന്യൂട്രോൺ ന്യൂക്ലിയസിനകത്താണ്, ചാർജ് ലെസ് ആണ്, ചാഡ്വിക് ആണ് കണ്ടെത്തിയത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്താണ്, അത് പാതയാണ്. ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിനെ കുറിച്ച് ഇത്രയും കാര്യം അറിയണം.
എലമെന്റിന്റെ അവസാനത്തെ കണിക, the smallest particle of an element is called as atom. Oxygen atom, carbon atom, potassium atom. What is mean by an atom? Atom is the smallest particle of an element. Where we can see elements? We can see elements in our periodic table. നമുക്ക് എലിമെന്റിനെ എവിടെ കാണാം? പീരിയോഡിക് ടേബിളിൽ കാണാം. How many elements can we see in periodic table? മനുഷ്യന് വ്യക്തമായി അറിയാൻ കഴിയുന്ന 118 മൂലകങ്ങളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. ഈ 118 മൂലകങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി പെൻസിൽ, പേന, ബുക്ക്, ഫോണ്, ഡസ്റ്റർ, ചോക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ 118 മൂലകങ്ങളെ വിവിധ അനുപാതത്തിൽ, വിവിധ റേഷ്യോയിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ്. അപ്പൊ മക്കളെ, മനുഷ്യൻ ഇതുവരെ അറിയുന്ന എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങളുണ്ട്. പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങളുണ്ട്. പീരിയോഡിക് ടേബിൾ നമ്മൾ തുറന്നാൽ ആദ്യം ആരെയാണ് കാണുക? ഹൈഡ്രജൻ. തുടർന്ന് ഇങ്ങനെ 118 മൂലകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെയുള്ള കോളങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കോളങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കോളങ്ങളെ പീരീഡുകളെന്നും ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ കോളങ്ങളെ പീരീഡുകളെന്നും വെർട്ടിക്കൽ കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫാക്ട്സ് എബൌട്ട് ആറ്റം എന്ന ഭാഗത്തുള്ളത്. കഴിഞ്ഞ ഒരു പാഠം മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിനകത്ത് 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഫാക്ട്സ് എബൌട്ട് ആറ്റം, ആ ഭാഗത്തെക്കുറിച്ച് 7 ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ സയൻസിൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആകെ മക്കളെ 40 ചോദ്യങ്ങളും 80 മാർക്ക്. പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരിക്കും. എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, ഒന്ന് എൻ്റെ ഈ വീഡിയോ കാണുക. ബാക്കിയൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. അത് പരീക്ഷാ ഹാളിൽ നമുക്ക് ഓർമ്മ വരും. ഓക്കെ മക്കളെ, നിങ്ങളുടെ പരീക്ഷ 2 തൊട്ട് 3:30 വരെയാണ്. ഓക്കെ, താങ്ക് യു.